പ്രസംഗം കേട്ട് മോഹൻലാൽ കരഞ്ഞതെന്ന് മോഹൻലാൽ അന്ന് കരഞ്ഞത് പത്രത്തിൽ പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നു. അദ്ദേഹം കണ്ണ് തുടക്കുന്ന ചിത്രമൊക്കെ വന്നിരുന്നു. പിന്നീട് പലരും അതിനെക്കുറിച്ച് പറയും. എന്നെ പല ആളുകളൊക്കെ പെട്ടെന്നൊക്കെ വിളിക്കാറുണ്ട്, ഇതാ കേട്ടിട്ട് വിളിക്കാന്നൊക്കെ പറയും. അതിൽ വളരെ പ്രശസ്തരായ വ്യക്തികളുണ്ട്. ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ട് അർദ്ധരാത്രി, നമ്മുടെ സിനിമാ സംവിധായകൻ, ഞാൻ എൻ്റെ ഭാര്യ കാണിച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ്, ഞാനത് കേട്ടിട്ട് വിളിക്കുകയാണ്, അല്ലാതെ മനസ്സിൽ തട്ടിയെന്നൊക്കെ. ഒരിക്കലും രഞ്ജിത്ത് ഉച്ചക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ഒരാൾ ഈ ഇത് കൊണ്ടുവന്ന് തന്നു. സാധാരണക്കാർ എത്രയോ പേര് അമ്മയുടെ കൂടെ ഇരുന്ന് ഞാനത് കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഉമ്മയെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉമ്മയും ഞാനും കൂടി ഇത് കേൾക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസറെ വിളിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, ഞാൻ അതിൻ്റെ അടുത്തു നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് വളരെ നമ്മളെ ഉള്ളിൽ തട്ടുന്ന ഈ മാതൃത്വം അങ്ങനെയാണല്ലോ. മാതാവ് വലിയൊരു സ്ഥാപനമാണ്, സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതിന്റെ സുരക്ഷയാണ് യഥാർത്ഥത്തിൽ സംസ്കാരത്തിന്റെ സുരക്ഷ. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ വിടവാങ്ങിയിരിക്കുന്നു. മോഹൻലാലുമായും മോഹൻലാലിന്റെ അമ്മയുമായും ഒക്കെ ഏറ്റവും കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അബ്ദുസമദ് സമദാനി എം പി. ഇപ്പോൾ നമ്മളൊപ്പം അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് ആ ഒരു സൗഹൃദം തുടങ്ങുന്നതും ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? മോഹൻലാലുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമുണ്ട്. അതിന് ശേഷം ആ സ്നേഹബന്ധം അതങ്ങനെ തുടർന്നു പോകുന്ന ഇതിനിടയിൽ ഒരിക്കൽ നമ്മൾ നാട്ടിക സ്നേഹതീരത്ത് നമ്മുടെ പ്രിയ സുഹൃത്ത് ടി.എൻ. പ്രതാപനും സ്നേഹിതരും കൂടി ചേർന്നിട്ടൊരു അമ്മ സംഗമം സംഘടിപ്പിച്ചു. അത് അമ്മമാരുടെ സംഗമം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. നൂറുകണക്കിന് അമ്മമാർ ഒന്നിച്ച് സദസ്സിലിരുന്നു കൊണ്ടുള്ള പല പ്രമുഖ വ്യക്തികളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്നു ഞാൻ. അപ്പോൾ അതിൽ തിരികൊളുത്തിയത് മോഹൻലാലിന്റെ അമ്മയാണ്. അപ്പോൾ അതിനവർ നേരത്തെ എത്തി, അവരവിടെ വെച്ച് കണ്ടു. പിന്നെ അവർക്ക് രോഗം ബാധിച്ചപ്പോൾ അവരെ കാണാൻ പോയി. അന്ന് തന്നെ അവിടെ വെച്ചിട്ട് അവരോട് സംസാരിച്ചിരുന്നു. ഏറെ സമയമായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നു, മോഹൻലാലും ഞങ്ങളും. അപ്പോൾ അത് മോഹൻലാൽ പറയാറുണ്ടായിരുന്നു, പിന്നീടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കാണുമ്പോഴൊക്കെ പറയും, അമ്മ ഒരു ചടങ്ങിനും വരാറില്ല. അവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിഭയുടെ, നമ്മുടെ വലിയൊരു കലാകാരന്റെ, മോഹൻലാലിനെ പോലുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള, അതിന്റെ വർണ്ണപ്പൊലിമയിലും തന്റെ പ്രതിഭയുടെ അഗാധത കൊണ്ടൊക്കെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ അമ്മയായി ആ പ്രശസ്തിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും അതിന്റെ നാലയലത്തേക്ക് എത്തി നോക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത, ഒരു വളരെ നിസ്സംഗത അതിനോടൊക്കെ പുലർത്തിയ ഒരമ്മ. ഈ വേദിയിൽ വന്നു. എന്റെ എത്രയോ പുരസ്കാര ചടങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. വിളിച്ചാൽ പോലും അമ്മ വരാറില്ല. സാധാരണ ഉണ്ടാവില്ല, മകനൊരു അവാർഡ് കിട്ടുമ്പോഴൊക്കെ വരാനൊക്കെ അതൊന്നും ഇല്ലാത്ത അതിൽ പൊലിമയിൽ നിന്നൊക്കെ അകന്നു നിന്ന ഒരു മാതാവാണ് അവര്. പക്ഷെ ഈ മാതാക്കളുടെ സംഘമായതുകൊണ്ട് മാത്രം വന്നു, വേറെ സമയം ഇവിടെ ഇരുന്നു. അതിന്റെ ഇടയിൽ അമ്മ പ്രസംഗം അത് ഒരുപാട് ആളുകൾ പിന്നീട് കേൾക്കാനിടയായി. ആ പ്രസംഗം പിന്നീട് ഇപ്പോഴും ആളുകൾ അതൊരുപാട് നമ്മുടെ ലക്ഷക്കണക്കിന് ആളെന്ന് പറയണം, പല സൈറ്റുകളിലായിട്ട് അത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ വിചാരം ഇന്നലെ മിനിഞ്ഞാന്നോ ചെയ്ത പ്രസംഗം എന്നാണ്. അത് എത്രയോ വർഷങ്ങളായി, ഒന്നര പതിറ്റാണ്ടെങ്കിലും ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നീട് ആ പ്രസംഗം തന്നെ എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ ഓർക്കാനുള്ള, വളരെ സങ്കടം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഓർമ്മകളൊക്കെ നൽകിയിട്ടുള്ള ഒരു പ്രസംഗമാണത്. ആ പ്രസംഗം കേട്ട് മോഹൻലാൽ കരഞ്ഞതെന്ന് മോഹൻലാൽ അന്ന് കരഞ്ഞത് പത്രത്തിൽ പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നു. അദ്ദേഹം കണ്ണ് തുടക്കുന്ന ചിത്രമൊക്കെ വന്നിരുന്നു. പിന്നീട് പലരും അതിനെക്കുറിച്ച് പറയും. എന്നെ പല ആളുകളൊക്കെ പെട്ടെന്നൊക്കെ വിളിക്കാറുണ്ട്, ഇതാ കേട്ടിട്ട് വിളിക്കാന്നൊക്കെ പറയും. അതിൽ വളരെ പ്രശസ്തരായ വ്യക്തികളുണ്ട്. ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ട് അർദ്ധരാത്രി, നമ്മുടെ സിനിമാ സംവിധായകൻ, ഞാൻ എൻ്റെ ഭാര്യ കാണിച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ്, ഞാനത് കേട്ടിട്ട് വിളിക്കുകയാണ്, അല്ലാതെ മനസ്സിൽ തട്ടിയെന്നൊക്കെ. ഒരിക്കലും രഞ്ജിത്ത് ഉച്ചക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ഒരാൾ ഇത് കൊണ്ടുവന്ന് തന്നു. സാധാരണക്കാർ എത്രയോ പേര് അമ്മയുടെ കൂടെ ഇരുന്ന് ഞാനത് കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഉമ്മയെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉമ്മയും ഞാനും കൂടി ഇത് കേൾക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസറെ വിളിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്,
ഞാൻ അതിൻ്റെ അടുത്തു നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് വളരെ നമ്മളെ ഉള്ളിൽ തട്ടുന്ന ഈ മാതൃത്വം അങ്ങനെയാണല്ലോ. മാതാവ് വലിയൊരു സ്ഥാപനമാണ്, സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതിന്റെ സുരക്ഷയാണ് യഥാർത്ഥത്തിൽ സംസ്കാരത്തിന്റെ സുരക്ഷ. അതിനൊക്കെ ഒരുപാട് പരിക്കേൽക്കുന്ന കാലം കൂടിയാണ് നമുക്കിന്ന്. ഇന്നിപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്ത് മക്കളാൽ കൊല ചെയ്യപ്പെട്ട അമ്മമാരുടെ എണ്ണം പോലും എടുക്കേണ്ട അവസ്ഥ വന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറേ മാതൃകകളും തത്വങ്ങളും വിട്ടേച്ചിട്ടാണ് നമ്മുടെ അഭിമന്യയായ ശാന്തകുമാരി അമ്മ ഇവിടെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊരു വളരെ പക്വതയുള്ള, വളരെ നിഷ്ഠയുള്ള, ധർമ്മനിഷ്ഠയുള്ള എന്ന് പറയണം ഒരു മാതാവായി ഈ മകനെ അണിയിച്ചൊരുക്കിയതൊക്കെ അമ്മ ആയിരിക്കുമല്ലോ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതും. അദ്ദേഹമാണെങ്കിലോ മോഹൻലാല് ഇത്ര വലിയൊരു നടനായി അദ്ദേഹം എന്തൊക്കെയോ റോളുകൾ അഭിനയിച്ചു, ആവിഷ്കരിച്ചു എന്ന് പറയണം. അപ്പൊ അതിലൊക്കെ പലപ്പോഴും മകനായിട്ടുണ്ടാവണം. എത്രയോ അമ്മമാരുടെ മകനായിട്ടുണ്ടാവണം. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മപ്രഭാവം, ഈ മാതൃപ്രഭാവം അതിലിങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ വലിയ ബന്ധുവാണ്. ബന്ധപ്പം ഏത് അമ്മയും മക്കളും തമ്മിലുണ്ടാവില്ല എന്ന് വെച്ചാൽ ഉണ്ടാവും. എന്നാൽ അതിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അമ്മ അസുഖമായിട്ട് കിടന്നപ്പോഴും ഈ തിരക്കുള്ള മനുഷ്യൻ, ഈ തിരക്കുള്ള മകൻ ഇടക്കിടക്ക് അമ്മയുടെ അടുക്കൽ ഓടിയെത്തുന്നു. അവാർഡ് കിട്ടുമ്പോൾ ആദ്യം അമ്മയോട് പറയുന്നു. ഇപ്പോ ഫാൽക്കെ പുരസ്കാരം കിട്ടുമ്പോഴും ആദ്യം പറയുന്ന അമ്മയോടാണ്. അമ്മയാണ് അറിയിക്കുന്നത്. അമ്മയുടെ അടുക്ക പോകുന്നു, അമ്മയുടെ ശുശ്രൂഷിക്കുന്നു, പരിപാലിക്കുന്നു, അമ്മയുടെ അടുക്ക പോയി ഇരിക്കുന്നു. ഒരിക്കൽ അസുഖമായിട്ട് കൊച്ചിയിൽ വീട്ടിലുള്ള സമയത്ത് ഞാൻ കാണാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ കാത്തു നിന്ന് മോഹൻലാല് ഞാൻ വരുമ്പോൾ എന്നെ കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് ഇരുത്തി അമ്മയുടെ തലഭാഗത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അമ്മയെ അങ്ങനെ കിടക്കാന്ന് ശരിക്കൊരു ബോധം ഉള്ളൊരു സമയമല്ല. അപ്പോൾ അങ്ങനെ അമ്മയെ ആരാ വന്നിരിക്കുന്നത് നോക്കുന്നൊക്കെ കാതിലിങ്ങനെ മന്ത്രിച്ചു കൊടുത്തതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അവര് ഒരു മോഹൻലാലിന്റെ അമ്മ എന്ന നിലയിൽ ഒരു നടന്റെ അമ്മ, ഒരു വലിയ കലാകാരന്റെ അമ്മ അത് മാത്രമല്ല, അവർ വലിയൊരു മാതൃത്വത്തിന്റെ മഹത്വം ചൂടി നിന്ന, എന്നാലോ അതിന്റെ പ്രഭ അതൊന്നുമില്ല. അവർ സ്വന്തം നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ നടത്തുന്നവരാണ്. പക്ഷെ ഒന്നും ആർക്കും അറിഞ്ഞൂടാ. അതിനൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല. അവരവരുടേതായ നിലയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ തറവാട്ടമ്മ, വീട്ടമ്മ, കുടുംബിനി എന്നൊക്കെ പറയുന്ന വലിയ സംഗതികളുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു അവർ. പക്ഷെ അതിലേറ്റവും എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ള അവരുടെ ലാളിത്യമാണ്. ലാളിത്യം അവർക്ക് ഏതാൾക്കും ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ, അമ്മമാർക്കൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ, അത് ഇത്ര വലിയ പ്രശസ്തിയുള്ള മക്കളുള്ള അമ്മമാർക്കൊക്കെ, സ്ത്രീകൾക്ക് കുടുംബത്തിലുള്ളവർക്കൊക്കെ അത് ഉണ്ടാവുക തന്നെ വേണം. അത് ഒരു ക്വാളിറ്റി തന്നെയാണ്. അത് അവരിതൊന്നും മകൻ ഇത്ര വലിയ ഉയർച്ചയിലെത്തിയ വലിയ വലിയ ഔന്നത്യങ്ങളെ പ്രാപിച്ച ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഒരു വലിയ പ്രതിഭയുടെ അമ്മയാണ്. ഒന്നുമില്ല, അവർ വളരെ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണത്. ഞാൻ ആ ചടങ്ങിലേക്കില്ല, ഇതിൽ വന്ന് അവിടെ മകന് നമ്മൾ ഒരു കൈപിടിച്ച് വന്ന് നിന്ന് അവിടെയുള്ള അമ്മമാർക്കൊക്കെ ഒരു ഷാൾ അണിയിച്ചു കൊടുക്കാനൊക്കെ എന്തൊരു കൗതുകത്തോടു കൂടിയായിരുന്നു അറിയോ. അവിടെ പല അമ്മമാരെയും വേദിയിലിരുത്തി ഷാൾ അണിയിച്ചു ആദരിച്ചു. ആ സമയത്തൊക്കെ ഞാൻ അവരോട് ധാരാളം സംസാരിച്ചിരുന്നു. അതിന് മുൻപ് നേരെ ഈ നാട്ടിലെ പരിപാടിക്ക് മുൻപേ അവരെ പരിചയമുണ്ടായില്ല? അവരില്ല. ഞാൻ മോഹൻലാലായിട്ട് ബന്ധമുണ്ടെന്നല്ലാതെ. അതിനും കാരണം അതാണ്, നമ്മൾ മോഹൻലാലിനെ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒതുങ്ങി അവിടെ അമ്മയായിട്ട് അങ്ങനെ ഉണ്ട്. എന്നാൽ ഈ മകന്റെ കൂടെ നിഴല് പോലെ അവരുണ്ട് എപ്പോഴും. മകന്റെ എനിക്ക് തോന്നുന്നത് ഈ മകന്റെ കലാപരമായ ആവിഷ്കാരങ്ങളുടെ വരെ അഗാധ തലങ്ങളിൽ ഈ അമ്മസ്പർശം അങ്ങനെ ഒന്നുണ്ടല്ലോ. മനുഷ്യന്റെ ഈ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും ഇതിന്റെ അടയാളം വരുമല്ലോ, ഈ മാതൃത്വം. ഈ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, ഏതൊരു സ്ത്രീയിലും അന്തർലീനമായ ഗാനമാണ് മാതൃത്വം. എനിക്ക് പറയാനുള്ളത്, ഈ മാതൃത്വം എന്ന വികാരം ഈ മോഹൻലാൽ എന്ന കലാകാരനിൽ തന്നെ അന്തർലീനമായിട്ടുണ്ടെന്നാണ്. എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അത്. പക്ഷെ അത് പല തലങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ചോദന പോലെ, എന്നാ ഒരു വേദന പോലെ. മാതൃത്വ ഒരു വേദനയാണല്ലോ നമുക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ചിപ്പോ ഇവിടെ പറഞ്ഞു പോയ ശേഷം കൂടുതൽ വേദനയാവും. അപ്പൊ ഞാനിന്ന് മോഹൻലാലുമായി സംസാരിച്ചപ്പോൾ ഫോണിൽ ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദമാണ് ഞാൻ കേട്ടത്. നമ്മൾ എത്രയോ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും സംസാരിക്കുമ്പോൾ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പ്രസന്നഭാവം അനുഭവിക്കുന്നതാണ്. പക്ഷെ
ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. ആദ്യം തന്നെ അത് കേട്ടപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വേദനിച്ചു പോയി. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ആശ്വസിപ്പിക്കാൻ എന്നതിൽ അർത്ഥമില്ല. ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് അത് കേട്ടതോടെ ഞാൻ അത് എന്നെ ഒരു വിളി വിളിച്ചു. ഒരു വാക്ക് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അത് ഒറ്റ വാക്ക് അതിലുണ്ട്. മോഹൻലാലുമായിട്ട് അടുത്ത ബന്ധമായിരുന്നല്ലോ, അമ്മയുമായിട്ട് അദ്ദേഹം അത്രയും അടുപ്പമായിരുന്നു അല്ലേ? നല്ല അടുത്ത ബന്ധം എപ്പോഴും. ഞങ്ങള് പിന്നീട് കാണുമ്പോഴൊക്കെ ആദ്യം സംസാരിക്കുക അമ്മയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അമ്മയുടെ അനാരോഗ്യം വന്നതിന് ശേഷം അമ്മ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അമ്മയുടെ അടുത്ത് പോയ കാര്യങ്ങൾ പറയും. അമ്മ ഇപ്പം എങ്ങനെയാണ്, അമ്മ നന്നായി അമ്മയെ പരിപാലിച്ച് ശുശ്രൂഷിച്ച് അമ്മയ്ക്ക് ഒരു നല്ല ലട്ടലും ഇല്ലാതെ കൊണ്ടു നടന്ന മകനാണിത്. അതൊരു വലിയ പാഠമാണ്. അത് വലിയ പാഠമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ മകൻ എന്ന നിലക്ക് മോഹൻലാലിൽ നിന്നും അമ്മ എന്ന നിലക്ക് അവരിൽ നിന്നും കുറെ പഠിക്കാനുണ്ട്. ആളുകൾക്കൊന്നും വലിയ തിരക്കൊക്കെ അങ്ങ് വർദ്ധിക്കുമ്പോൾ പിന്നെന്ത് അമ്മ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവുക, കാണുക ഒക്കെ പോയി കണ്ടെങ്കിലായി. ചിലർ എല്ലാ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കും മാതാവിന്. പാർക്കാൻ വീടോ ചുറ്റുപാടോ അതിന് കഴിയുന്നവരെല്ലാം കൂടെ ഒക്കെ വെച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. സാന്നിധ്യവും വൈകാരികമായ സാന്നിധ്യവും. ഇത് അമ്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വികാരത്തിന്റെ ഒരു പ്രതീകമാണ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ നാഭീനാളബന്ധം അല്ലെ, പൊക്കിൾ കുഴി, ആ പൊക്കിളിന്റെ നാര്, അതാണല്ലോ ഈ സാധനം. അത് വേറെ പിതാവുമായിട്ട് പോലുള്ള ബന്ധത്തിൽ അതില്ലല്ലോ. അത് ഗാഠമാണ്. പ്രാണന്റെ സകല തലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന വേരുകളുള്ള അതീവ ഗാഠമായിട്ടുള്ള രക്തബന്ധത്തിന്റെ കരൾ ചോരയുടെ ബന്ധമാണ്. ഏറ്റവും വലിയ വിശ്രമവും വിശ്രാന്തിയും മനുഷ്യൻ അനുഭവിക്കുന്നത് ഈ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ആ കാലത്താണല്ലോ. അപ്പോൾ അന്ന് തുടങ്ങിയതാണല്ലോ. അത് പിന്നെയും അത് പുറത്ത് കടന്നാലും അതങ്ങനെ ഉണ്ടല്ലോ. അതങ്ങനെ ഉണ്ട്. ഈ നാട്ടികയിലെ പ്രസംഗത്തിന് ശേഷം ആ വേദിയിൽ നിന്ന് പിന്നീട് അവരുമായി സംസാരിച്ചിരുന്നു. പിന്നെ എനിക്ക് അവരോട് ഒന്നോ രണ്ടോ തവണ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ സംസാരിക്കാൻ കാരണം അവർക്ക് ഈ കുറച്ചൊരു പിന്നെ നമ്മൾ കുറച്ച് അസുഖം ബാധിച്ച ശേഷം അതിൽ കുറച്ചാലും ഒരു കടപ്പ് പോലെ ആയിട്ടുണ്ട്. അതിപ്പോ ഒരു ഘട്ടത്തിലൊക്കെ വിളിച്ചാൽ തന്നെ അവർക്ക് ശരിക്ക് അറിയാൻ കഴിയാത്ത, പിന്നെ ഇന്നൊക്കെ മെച്ചപ്പെട്ടു വന്നു. അങ്ങനെയായിരുന്നു. അന്നാ കണ്ട സമയത്തൊക്കെ ഒരു നല്ല കിടപ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ സമയത്തും അമ്മയുടെ അടുക്കൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നോട് പലപ്പോഴും പറയും അമ്മയെ കണ്ട് സംസാരിച്ചു. അമ്മയുടെ അടുത്ത് പോയി. ഈ നാട്ടിൽ വരുന്നതിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ മാസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം ദൂരെ പോകേണ്ടി വരിക. കാരണം അങ്ങനെയുള്ളൊരു മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിന്റെ ഇടയിലൊക്കെ ആ കണക്ഷൻ വളരെ സജീവമായി തന്നെ നിലനിർത്താൻ മോഹൻലാൽ അവസാനം വരെ സാധിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ട്, മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. അത് ഒരു മകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് സായുജ്യം, കൃതാർത്ഥത നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ചെറുപ്പം മുതൽ തന്നെ ഈ മകനെ അമ്മ വളർത്തിക്കൊണ്ടുവന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നിപ്പോ ഇങ്ങനെയുള്ള അത് മക്കളുടെ ലക്ഷണം മനസ്സിലാക്കിയിട്ട് അവരെ പരിപാലിക്കുന്നതാണല്ലോ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മകൻ ചിലപ്പോൾ നാളെ എന്താവുന്നത് നമ്മൾ മറ്റുള്ളവർ പിന്നെ ആയിരിക്കും കാണുക. പക്ഷെ ഇവര് അത് വേറെ ഉൾക്കണ്ണ് കൊണ്ട് കണ്ടിട്ടാണെങ്കിലും നീ കാണാതെയാണെങ്കിലും ആ തലത്തിലേക്കുള്ള ഒരു ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു പരിപാലനം, ഒരു വളർത്തിക്കൊണ്ടുവരുന്ന രീതി അവർക്കുണ്ടായിരിക്കും. അത് അവരുടെ ആ സ്നേഹസ്പർശത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ കലയെ സമീപിക്കുന്നിടത്തും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം കുറച്ചൊരു ആഴമുള്ള മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനൊരു നടൻ കലാകാരൻ എന്നുള്ള മാത്രം അല്ലാതെ തന്നെ കുറച്ച് കൂടുതൽ വായിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഏത് തിരക്കിന്റെ അടുക്കും വായനയും കാര്യങ്ങളെ വിലയിരുത്തുകയും ഒരു ഇന്നർ ഡെപ്ത് സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. ആ ആഴങ്ങളുടെ ആഴങ്ങളിൽ അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ് അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ എല്ലാ പ്രക്രിയയുടെയും കലാപ്രക്രിയ അടക്കം അതിന്റെ പ്രഭവം. അതുകൊണ്ട് തന്നെ പ്രഭവം അത്ര ശക്തമാകുമ്പോൾ അതിന്റെ പ്രഭാവവും വളരെ ശക്തമായിരിക്കും. ഏതായാലും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയെ അനുസ്മരിക്കുകയായിരുന്നു അബ്ദുൾ സമദ് സമദാനി. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.